നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രവാസികൾക്കും സ്വാഗതം. വളരെ സന്തോഷകരമായ ഒരു വാർത്ത പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള വിശദീകരണം ഞങ്ങൾ നൽകിയത്. ഇപ്പോഴിതാ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ വാർത്തയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരിക്കുകയാണ് എന്നുള്ള സന്തോഷകരമായ വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. വീട്ടുതടങ്കലിൽപ്പെട്ട കുവൈറ്റിൽ വീട്ടുതടങ്കലിലായ വീട്ടമ്മ യുവതിയുടെ മോചനം ഉറപ്പാക്കിയിരിക്കുകയാണ് കുവൈറ്റ് പോലീസും കേരള പോലീസും ഒരുമിച്ച് സംയുക്തമായി നടത്തിയ ഈ ഒരു ഇടപെടലിൽ, അല്ലേ? അതെ, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയിരുന്നു. അതായത് നിമിഷപ്രിയെ പോലെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ യുവതിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അതിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. പക്ഷേ അത് കൃത്യമായിട്ട് നടപ്പാക്കി എന്ന് വേണം പറയാൻ. ആ യുവതി ഇപ്പോൾ ഫസീല എന്ന് പറയുന്ന യുവതി വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടിട്ടുണ്ട്. നോർക്ക റൂട്ട്സ് അടക്കം ഇടപെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ യുവതിയെ ഈ വീട്ടുതടങ്കലിലാക്കിയിട്ടുള്ള കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ഖാലിദ് എന്ന് പറയുന്ന ഏജന്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൂടെ പുറത്തു വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മലയാളികളെ ചതിക്കാൻ മലയാളികൾ തന്നെയാണ് കൂട്ടുനിൽക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാസർഗോഡ് സ്വദേശി. കാരണം ഈ യുവതിയെ ജോലിക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്, അവിടെ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കുന്നത് ഈ ഖാലിദ് എന്ന് പറയുന്ന ഏജന്റാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ജിജിയും ഇടുക്കി കട്ടപ്പന സ്വദേശിയായിട്ടുള്ള ബിൻസി എന്നിവരൊക്കെ ഈ ഒരു ജോലി നേടിക്കൊടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇവരെ ഒരു സ്ഥലത്ത്, ഒരു കൃത്യമായിട്ടുള്ള ഒരു വീട്ടിൽ ഒരു അറബിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് ഈ ഖാലിദാണ്. ഇതിനു ശേഷമാണ് ഈ യുവതിക്ക് പറഞ്ഞതിൽ കൂടുതൽ ജോലി, അതായത് ഏകദേശം 24 മണിക്കൂറോളം ജോലി ചെയ്യേണ്ടുന്ന അവസ്ഥയായിരുന്നു ഫസീലയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, വിദേശത്തൊക്കെ പൊതുവെ നമ്മളുടെ നാട്ടിലുള്ള ജോലിയേക്കാൾ കൂടുതൽ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവാറുണ്ട്, സാലറിയും ഉണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത് 24 മണിക്കൂർ ജോലി ചെയ്യണം. അതായത് ഊണും ഉറക്കവും ഇല്ലാതെ ഒരു ദിവസം, എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി ജോലി ചെയ്യണം എന്നുള്ളതാണ്. യാതൊരു വിശ്രമവും ഇല്ല. വിശ്രമം ഇല്ലാത്തത് പോട്ടെ, ജോലിയാണ്, കൂലിക്ക് ആണെങ്കിൽ അവർ ചെയ്തോട്ടെ എന്ന് നമുക്ക് പറയാം, അവർ ഓക്കെ ആണെങ്കിൽ. പക്ഷേ ഇവിടെ സംഭവിച്ചത് ജോലി ചെയ്യിപ്പിക്കുന്നുണ്ട്, കൂലിയില്ല. 1 രൂപ പോലും ഇന്നേ വരെ ഇവർക്ക് പണം കൊടുത്തിട്ടില്ല, കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോ ഇത് ഭക്ഷണവും കൊടുക്കുന്നില്ല. അപ്പം നമുക്കറിയാം, ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്താൽ തന്നെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത്. അപ്പം ഫുഡേ കൊടുക്കാതെ ഒരാളെ കൊണ്ട് ഇത്രയും സമയം ജോലി ചെയ്യിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാലോ. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോഴാണ് ഈ യുവതി കാര്യങ്ങളൊക്കെ ഭർത്താവിനെ അറിയിക്കുന്നത്, ഭർത്താവിനെ വീഡിയോ സന്ദേശം കൊടുക്കുന്നത്. താനിവിടെ തടങ്കലിൽ എന്നുള്ള പോലെയാണ് നിൽക്കുന്നത്, ജോലിയൊന്നുമല്ല, വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കണം എന്നുള്ള രീതിയിലൊക്കെ യുവതി ഭർത്താവിനെ വീഡിയോ സന്ദേശം അയച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ സന്ദേശം അയച്ചു കൊടുത്തത് ശ്രദ്ധയിൽപ്പെട്ട, അല്ലെങ്കിൽ ഇത് വാർത്തയായി എന്ന് അറിഞ്ഞപ്പോൾ ഈ ഖാലിദ് എന്ന് പറഞ്ഞ ഏജന്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഈ അറബിയുടെ വീട്ടിലെത്തി അവിടെ നിന്ന് ഈ യുവതിയെയും കൂട്ടിക്കൊണ്ടുപോയി. ഖാലിദ് മാത്രമായിരുന്നു എങ്കിൽ കുഴപ്പമില്ല, ഖാലിദിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് സപ്പോർട്ട് ചെയ്തു എന്നടക്കമുള്ള. പെണ്ണ് തന്നെയാണ് പെണ്ണിന് എപ്പോഴും ശത്രു എന്ന് പറയുന്നത് കേൾക്കുന്ന പോലെ തന്നെ ഇവിടെയും അവരെ അനുഭവിക്കുന്ന ദയനീയ അവസ്ഥ കണ്ടു നിൽക്കുന്ന ഒരു പെൺ സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു പെണ്ണ് കൂടി, ഒരു സ്ത്രീ കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർക്കും അതേ പ്രായമായിരിക്കാം, അവരുടെ മക്കളുടെ പ്രായമായിരിക്കാം ഈ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയുടെയും മക്കളുടെ പ്രായം എന്ന് പറയുന്നത്. ഒന്നും നോക്കാതെ ഭർത്താവിന്റെ കൂടെ നിൽക്കുകയാണ് പണത്തിന് വേണ്ടി. അപ്പം അവരെ സ്വന്തം താമസിക്കുന്ന സ്ഥലത്തേക്ക് ഈ യുവതിയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഉണ്ടായത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ രക്ഷപ്പെട്ടതിന് ശേഷം യുവതി പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ആ യുവതി പറയുന്നത്, താൻ ഇത് നാട്ടിൽ അറിയിച്ചു, അല്ലെങ്കിൽ ഇതിൽ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞതിന്റെ പിന്നാലെ തന്നെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നോക്കുക, ഇപ്പം ഞാൻ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് മറ്റൊരു വ്യക്തിയെ ജോലിക്ക് വേണ്ടി, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് മോശമായിട്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യം, ഒന്നുകിൽ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി തിരികെ നാട്ടിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് ഒരു നേരത്തെ ഭക്ഷണം അത് കൊടുക്കുക എന്നുള്ളതാണല്ലോ. കുറച്ച്, അതായത് അവര് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഫുഡൊന്നും കിട്ടുന്നില്ല. അപ്പം ഉപദ്രവിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടാണ് എന്താണ് നീ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുക. പക്ഷെ മനുഷ്യൻ എന്നുള്ള യാതൊരു പരിഗണന പോലും നൽകാതെയാണ്
ഈ യുവതിയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത്. കന്നുകാലികളോടോ മൃഗങ്ങളോടോ പോലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നേരത്തെ വെള്ളമെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. അതിന് പോലും ഇവിടുത്തെ മനുഷ്യന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം പണത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ള ആ എക്സ്ട്രീം ലെവലിൽ എത്തി നിൽക്കുകയാണ്. ഒരു പക്ഷേ കൃത്യമായി തന്നെ പോലീസ് ഇടപെടുകയും കേരള പോലീസ് കുവൈത്ത് പോലീസുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഒരു ഇടപെടൽ നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കുവൈത്തിന്റെ ഒരു നിയമപ്രകാരം വീട്ടുതടങ്കലിലായവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കുവൈത്ത് ഓഫീസിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെയും പോലും കഴിയാൻ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ പണത്തിന് വേണ്ടി ഏത് നിമിഷം പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിനാണ് ഇവർ ജീവൻ കൊണ്ട് രക്ഷപ്പെടാൻ സാധിച്ചത്. ഒരു പക്ഷേ വകവരുത്താൻ പോലും മടി കാണിക്കാത്ത കുറച്ച് ആളുകളാണ് ഇവരെന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ഇവർ രക്ഷപ്പെട്ടതിന് ശേഷം മറ്റ് ചാനലിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ചിലർ പറയുന്നത് അതിൻ്റെ ഒരു വിമർശനം വന്നിട്ടുണ്ട്. ഇതെന്താ പഠിച്ചു പറയുന്ന പോലെയാണല്ലോ, എഴുതി വെച്ച് പറയുന്ന പോലെയാണല്ലോ പറയുന്നത്, ഇതിലെന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് പറയുന്നു. എല്ലാവരെയും പോലെ നന്നായി സംസാരിക്കാൻ കഴിയുന്നവരല്ല. എല്ലാവർക്കും ആ ഒരു ധൈര്യത്തോടു കൂടി നിന്ന് പറയാൻ അറിയുന്നവരാവണം എന്നില്ല. അതുകൊണ്ട് നമുക്ക് അവരനുഭവിച്ച വേദന അവരുടെ മാത്രം വേദനയാണ് എന്ന് നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാം. നിലവിൽ വന്ന മറ്റിപ്പോൾ കേരള പോലീസും കുവൈത്ത് പോലീസും ഇടപെടണമെങ്കിൽ അവരെ രക്ഷിച്ചുകൊണ്ട് വരണമെങ്കിൽ തീർച്ചയായും അതിൽ എന്തെങ്കിലുമൊക്കെ തന്നെ സത്യാവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അവർക്ക് ഏതായാലും ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ വീട്ടുതടങ്കലാണ് എന്ന് കളവ് പറഞ്ഞുകൊണ്ട് കുവൈറ്റിൽ നിന്ന് രക്ഷപ്പെടേണ്ട കാര്യം തൽക്കാലം ഇല്ല എന്നല്ലേ മനസ്സിലാകുന്നത്. അത് മാത്രമല്ല, ഇതിപ്പം യുവതി രക്ഷപ്പെട്ടല്ലോ, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുവതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയില്ല എന്ന്. അപ്പോൾ ഇന്ന് ഈ കാണുന്ന ആളുകൾ നമ്മുടെ അടുത്ത് ഒരുപക്ഷെ ചോദിച്ചേക്കാം, നിങ്ങൾ തന്നെ ഇന്നലെ പറഞ്ഞു രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് സാധിച്ചതെന്നുള്ളത്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു തെളിവെന്ന് പറയുന്നത് ഈ യുവതി ആദ്യം ഉണ്ടായിരുന്നത് ഒരു അറബിയുടെ വീട്ടിലേക്കാണ്. അവിടേക്കുള്ള ഈ മറ്റ് രാജ്യത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ ആക്സസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ അറബിയുടെ വീട്ടിൽ നിന്ന് ഈ പറയുന്ന വിദേശിയായിട്ടുള്ള പ്രവാസിയായിട്ടുള്ള ഖാലിദ് അയാളുടെ വീട്ടിലേക്ക് എത്തിച്ചപ്പോഴാണ് ഖാലിദിന്റെയും വീട്ടിലേക്ക് ഉദ്യോഗസ്ഥർ എത്തുകയും അവിടെ നിന്ന് ഈ യുവതിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് പ്രവാസികളായിട്ടുള്ള ആളുകളെ പരിശോധിക്കാനും അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്തം അവിടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ട് മാത്രമാണ് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ പരിശോധിക്കാനുള്ള അനുമതി നിയമം അവർക്കുണ്ട് എന്ന് സാരം. ശരിക്കും പറയുകയാണെങ്കിൽ ഖാലിദ് ഇവളെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീയെ മറ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ വീട്ടിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് ഒരു ഭാഗ്യം ഈ യുവതിക്ക് ഉണ്ടായി എന്ന് പറയേണ്ടി വരുന്നു. അതായത് അവിടെ അതുകൊണ്ട് മാത്രമാണ്, അതായത് ഖാലിദിന്റെ വീട്ടിലേക്ക് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ആ യുവതിയെ ഇപ്പോൾ മോചിപ്പിക്കാൻ, അത് ഇത്രയും പെട്ടെന്ന് തന്നെ മോചിപ്പിക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് വിദേശത്തൊക്കെ ജോലി മാത്രമല്ല, ഈ വിദ്യാഭ്യാസത്തിനൊക്കെ പോയിട്ട് പറ്റിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പറയുന്ന ഈ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഹസീന അവരോട് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് ഇവരെ മോചിപ്പിക്കണമെങ്കിൽ ഏകദേശം 750ഓളം ദിനാർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ വരുന്നുണ്ട്. ആഴ്ചകളോളം ഒരു പരിചയമില്ലാത്ത ഭാഷ പോലും അറിയാത്ത ഒരു നാട്ടില് ഫുഡ് പോലും കഴിക്കാതെ നിൽക്കുന്ന ഒരു യുവതി ഇത്രയും പണം തന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എവിടെ നിന്നാ ഈ പൈസ ഉണ്ടാക്കുക എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അവർ മരിച്ചു എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ അതായിരിക്കണം ഭർത്താവിനോട് അവർ പറയാൻ കാരണം, ഞാൻ മരിച്ചാൽ എന്റെ മരണത്തിൽ ഉത്തരവാദി ഖാലിദും ഖാലിദിന്റെ ഭാര്യയും മറ്റു സുഹൃത്തുക്കളുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. ചിലപ്പോൾ ആ ഒരു നിമിഷത്തിലായിരിക്കും. അത് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ നിമിഷപ്രിയന്റെ കാര്യങ്ങൾ സംസാരിച്ചിരുന്നല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതായത് എല്ലാ അറബികളും ഇത്തരത്തിൽ നിൽക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് അറബികളെ അടച്ചാക്ഷേപിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഞാനും ഒരുപാട് പ്രവാസ ലോകത്ത് ജീവിച്ച ആളുകളൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില കമന്റുകളൊക്കെ കണ്ടു. അപ്പം നമ്മൾ എല്ലാ അറബികളെയും കുറിച്ചൊന്നുമല്ല ഇത് പറയുന്നത്, ഇത്തരത്തിലുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണല്ലോ ഈ പറയുന്ന ഫസീല. അവരെ ഇത്രയും കാലം ഭക്ഷണം പോലും കൊടുക്കാതെ വീട്ടു തടങ്കലിലാക്കിയതൊക്കെ തന്നെ ഒരു അറബിയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെയല്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ മൂടി വെക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഈ പറയുന്ന നിമിഷപ്രിയ കൊലപാതകം ചെയ്ത് രക്ഷപ്പെട്ടത് ഈ പറയുന്ന യമൻ പൗരനെ കൊന്നിട്ടാണ്, അല്ലെങ്കിൽ യമൻ പൗരനെ അവന്റെ ജീവിതം ഈ നിമിഷപ്രിയ ഇല്ലാതാക്കിയത് കൊണ്ടൊക്കെയാണ് നിമിഷപ്രിയ
അറസ്റ്റിലാവാനും കൊലപാതകത്തിലേക്കൊക്കെ പോകാനൊക്കെ കാരണമായത്. അതുകൊണ്ട് നിമിഷപ്രിയയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുന്ന ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. നിമിഷപ്രിയന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമൊക്കെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിമിഷപ്രിയ മറ്റൊരു ആ ഒരു നാട്ടിലെ യമൻ പൗരനുമായിട്ട് ബന്ധത്തിലായിരുന്നു എന്നൊക്കെയാണ് ഇവിടെയുള്ള ചിലരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിമിഷപ്രിയയും നിമിഷപ്രിയന്റെ ഭർത്താവും കൂടെയാണ് അവിടെ ജോലിക്ക് വേണ്ടി പോകുന്നത്. അവിടെ നിന്ന് കുറച്ചു കാലം സാധാരണ മറ്റൊരു ഫേമിൽ വർക്ക് ചെയ്യുന്നു, സമ്പാദിക്കുന്നു, പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ എന്തൊക്കെയോ വിസയും കാര്യങ്ങളൊക്കെ പ്രശ്നമായതുകൊണ്ട് നിമിഷപ്രിയ മാത്രം തിരികെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് നിമിഷപ്രിയന്റെ ഭർത്താവാണ് ഈ മരണപ്പെട്ടിട്ടുള്ള തലാൽ ഇവരുടെ ഒരു സുഹൃത്തായിരുന്നു. അതായത് ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും സുഹൃത്താണ് തലാൽ. യമനിൽ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ അവിടെയുള്ള എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന പണം കൊടുത്ത് അയാളെ, സഹപ്രവർത്തകനായിരുന്നു, അയാളെ മുതലാളിയാക്കുകയും അയാളുടെ പേരിൽ സ്ഥാപനം തുടങ്ങുകയും ഒക്കെ ചെയ്തതിനു ശേഷം വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നുള്ളത്. അതായത് ഇവർ രണ്ടുപേർക്കും പൊതുവായിട്ട് പരിചയമുള്ള ഒരാളാണ്, ഇവർക്ക് രണ്ടുപേർക്കും വിശ്വാസമുള്ള ഒരാളാണ് തലാൽ, ഭർത്താവിനും. അപ്പോൾ അങ്ങനെയാണ് നിമിഷപ്രിയയെ തലാലിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഭർത്താവ് ആ നാട്ടിൽ നിൽക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് പിന്നീട് ഇയാള് തിരിച്ചു വരാൻ ഒരുപാട് സമയമെടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ യമൻ പൗരൻ മറ്റു രീതിയിലേക്ക് നിമിഷപ്രിയയെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നീട് നിമിഷപ്രിയയെ ഈ പറയുന്നത് പോലെ വീട്ടു തടങ്കൽ പോലുള്ള രീതിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നു. അവസാനം രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നിമിഷപ്രിയ ചെയ്തത്. കൊലപാതകമാണ്, തെറ്റാണ്, അതിനെ ഒന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷേ നിമിഷപ്രിയ കൊലപാതകം ചെയ്തോ ഇല്ലയോ നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. നിലവിൽ നിമിഷപ്രിയ കൊലപാതകം ചെയ്തു എന്ന് നിമിഷപ്രിയ എന്നെ ഏറ്റു പറയുന്നുണ്ടല്ലോ. ആ ഘട്ടത്തിൽ അവിടെ ഒരു തിരുത്തുണ്ട്. കാരണം നിമിഷപ്രിയ പറയുന്നില്ല. കാരണം ഈ നിമിഷപ്രിയയുടെ ഭർത്താവുമായി നമ്മൾ നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നിമിഷപ്രിയ കൊലപാതകം നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഈ യമൻ പൗരത്വമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, അവർ ചെയ്ത തെറ്റിനെ നിമിഷപ്രിയയിലേക്ക് കെട്ടിവെച്ച് അവരെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് ഇതുവരെ ഒരു തീരുമാനം എത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം യമൻ പൗരൻ അല്ലെങ്കിൽ യമനെ സംബന്ധിച്ചിടത്തോളം യമൻ പൗരന്മാർക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്, എല്ലാ രാജ്യത്തെയും പോലെ തന്നെ. അത് മാത്രമല്ല അവർ ഈ മൃതശരീരത്തിന് വാല്യൂ അത്രയും കൊടുക്കുന്നവരാണ്. മുസ്ലിം രാജ്യമാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഖബറടക്കാനായി അവർ മൃതശരീരങ്ങളാണ് അവരുടെ ദേവതുല്യമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതശരീരത്തിൽ വരുത്തിയ പല പല പീസുകളാക്കിയാണല്ലോ ടാങ്കിനകത്ത് ആക്കിയത്. അപ്പോൾ ഈ മൃതശരീരത്തിനോട് നടത്തിയ ഈ അനാദരവ് അത് തന്നെയാണ് ഏറ്റവും വലിയ കുറ്റമെന്ന് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് മലയാളി കൂടി ആയതുകൊണ്ടാണ് ഇവരെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് എന്നാണ് നിമിഷപ്രിയയുടെ ഭർത്താവ് നമ്മളോടക്കം പ്രതികരിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പം നിമിഷപ്രിയയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കമന്റുകൾ, അതായത് നിമിഷപ്രിയ അവിടെ ഒരു കൊലപാതകം ചെയ്തത് കൊണ്ട് മാത്രമാണ് അകപ്പെട്ടിരിക്കുന്നത്, അതുകൊണ്ട് അവരെ രക്ഷിക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കരുത് എന്ന് പറയുന്നവര് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്രയൊക്കെയാണെങ്കിലും ഒരു മലയാളിയാണ്, ഒരു ഈ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് ജോലിക്ക് പോകുന്ന എല്ലാവരും അവർ പോകുന്നത് നാട്ടിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് കുടുംബവും കുട്ടികളും ആ ഒരു ജീവിത ശൈലികളടക്കം മാറ്റിവെച്ച് മറ്റൊരു ലോകത്തേക്ക് പോകുന്നത് എങ്ങനെയെങ്കിലും കരകയറണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം കൊണ്ടാണ്. ആ ഒരു ലക്ഷ്യത്തിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മറ്റൊരു നാട്ടിൽ പ്രത്യേകിച്ച് മറ്റൊരു രാജ്യത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള നിയമങ്ങളേ അല്ല. അപ്പോൾ നിയമത്തിന്റെ കുരുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് ഈ പറയുന്ന പ്രവാസികളാണ്. വിസയുടെ കാര്യത്തിലൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. അപ്പോൾ മലയാളികൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കേണ്ടത് മലയാളികൾ തന്നെയാണ്. അപ്പോൾ വിമർശിക്കുന്നവർ ഈ കാര്യങ്ങൾ കൂടെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം വിമർശിക്കാൻ. എന്തായാലും ഇപ്പോൾ നമുക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഹസീലയായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരവധിയായിട്ടുള്ള പ്രവാസ സംഘടനകൾ ഇടപെട്ടിട്ടുണ്ട്. പ്രവാസ ലോകത്ത് പ്രവാസികൾക്ക് എപ്പോഴും ഒരു വിഷമം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും പ്രവാസികളുടെ സംഘടനകൾ നിരവധി ആളുകൾ ഇടപെടാറുണ്ട്, അതിനെക്കുറിച്ച് കേൾക്കാറുണ്ട്. തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള അമ്മയും കുഞ്ഞിനെയും നാട്ടിലെത്തിക്കാൻ പ്രവാസ സംഘടനകൾ നിരവധി ആളുകൾ സഹായിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും പ്രവാസ സംഘടനകൾ നിരവധി ആളുകൾ സഹായിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ
മാത്രമല്ല, കഴിഞ്ഞ ദിവസം അത് ഞാൻ പറയാൻ വന്നപ്പോഴാണ്, കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുമ്പ് 42 വർഷം പ്രവാസ ലോകത്ത് കുടുങ്ങിപ്പോയിട്ടുള്ള ഒരു ഗോപാലൻ എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരം സ്വദേശി ഇവിടെ തിരികെ നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റ്സ്, അതായത് വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മുതലാളിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മുതലാളി അവിടെ നിന്ന് മരണപ്പെട്ടതിന് ശേഷം ഈ ഡോക്യുമെന്റ്സ് എവിടെയാണ് എന്നത് ഇദ്ദേഹം ആരെടുത്തും പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ അറിയാത്തതും ഡോക്യുമെന്റ്സ് ഇല്ലാത്തതും കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് 42 വർഷമൊക്കെ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം പിന്നീടാണ് കുറെ കാലം കഴിഞ്ഞ് എന്തോ ഒരു ചെറിയ കേസിൽ ഈ പറയുന്നത് പോലെ ഇദ്ദേഹം അറസ്റ്റിലാകുകയാണ്. അങ്ങനെ അറസ്റ്റിലായി അദ്ദേഹം എവിടെയാണ്, നാട്ടിൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇയാൾ പോലും അറിയുന്നത് ഇയാളുടെ സഹോദരിയും അമ്മയും അടക്കം നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത്. 42 വർഷം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം വിചാരിച്ചു കാണും എന്റെ ജീവിതം ഇനി ഇവിടെ തന്നെ കഴിച്ചു കൂട്ടേണ്ടി വരും, അമ്മയോ അച്ഛനൊക്കെ മരിച്ചു കാണും എന്നുള്ളൊരു ചിന്തയിലായിരിക്കും മുന്നോട്ട് പോയത്. പക്ഷേ അദ്ദേഹം അറിയാണ് തന്റെ അമ്മയടക്കം നാട്ടിലുണ്ട് എന്നുള്ളത്. പിന്നീട് അദ്ദേഹം ഈ പറയുന്നത് പോലെ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് തനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹം നാട്ടിലെത്തിയത് ഈ പറയുന്ന പ്രവാസ സംഘടനകളുടെയൊക്കെ ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് മലയാളികൾക്ക് ഏറ്റവും വലിയ ദോഷമായിട്ട് നിൽക്കുന്നത് മലയാളികളാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ മലയാളികൾക്ക് സഹായം വേണം എന്ന് പറയുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മലയാളികൾ തന്നെയാണ്. നിമിഷപ്രിയന്റെ കാര്യത്തിലും റഹീമിന്റെ കാര്യത്തിലൊക്കെ അതിന്റെ തെളിവാണ്. സാമ്പത്തികപരമായി നിരവധി പണം നൽകി സഹായിക്കാൻ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു, ഒപ്പം കുറ്റപ്പെടുത്താനും നിരവധി ആളുകളുണ്ട്. തീർച്ചയായും എന്തായാലും വളരെ സന്തോഷകരമായ വാർത്ത തന്നെയാണ് നമുക്ക് നൽകുന്നത്. ഇമ്പാക്ട് തന്നെയാണ് ആ ഒരു കാര്യം. എന്തായാലും വീട്ടുതടങ്കലിൽപ്പെട്ട യുവതി മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ, എന്താണ് അവിടെ നടന്നത് എന്നുള്ള സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ പ്രതികരണം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതുവരേക്കും നമസ്കാരം.